നമ്മളുടെ അടുത്ത് ചിലപ്പോൾ ചില ആൾക്കാർ വരാറുണ്ട് കൺപോളയിൽ മഞ്ഞ കളറിൽ തടിപ്പായിട്ട്. അപ്പോൾ ഇതൊരു കോമൺ കണ്ടീഷനാണ്. ഇതിൻ്റെ പേരാണ് സാന്തലസ്മ. സാന്തലസ്മ കൺപോളയിൽ രണ്ട് സൈഡിലും കാണപ്പെടാറുണ്ട്. ചിലപ്പോൾ രണ്ട് സൈഡിലും ഒരേമാതിരി ഇരിക്കേണ്ട ആവശ്യമില്ല, ചിലപ്പോൾ അസിമെട്രി കാണും. അത് മുകളിലത്തുള്ള കൺപോള അപ്പർ ഐലിഡിലും കാണപ്പെടാറുണ്ട്, ലോവർ കൺപോളയിലും കാണപ്പെടാറുണ്ട്. ഇതിൻ്റെ സൈസ് വേരിയബിളാണ്. ചിലർക്ക് വളരെ ചെറുതായിരിക്കും, ചിലർക്ക് കുറേ വർഷങ്ങളായിട്ട് കാണും, ചില ആൾക്കാർക്ക് വലിയ സാന്തലസ്മാസ് കാണപ്പെടാറുണ്ട്. അപ്പോൾ ഈ സാന്തലസ്മ കാരണം ബുദ്ധിമുട്ട് എന്താണ്? സാന്തലസ്മ കാരണം ഇത് അഭംഗി ഉണ്ടാകാറുണ്ട്. നമ്മൾ ഒരാളുടെ മുമ്പേ നേരിട്ട് സംസാരിക്കുമ്പോൾ ഇത് വളരെ ഈസിലി നോട്ടീസബിൾ ലീഷനാണ്. പക്ഷേ അഭംഗി അല്ലാതെ ഇത് കാരണം ഫങ്ഷണൽ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാറില്ല. ഇത് കാഴ്ചയെ ബാധിക്കാറില്ല. എന്നിട്ട് ഇത് കാരണം കൺപോളയുടെ ഫങ്ഷനെ അത് ബാധിക്കാറില്ല. അപ്പോൾ ഈ സാന്തലിസ്മ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? സാന്തലിസ്മ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സെൽസിൽ കൊളസ്ട്രോൾ ഡെപ്പോസിഷൻ ഉണ്ടാവുന്നത് കാരണമാണ്. അതിനാൽ പേഷ്യൻസിന് ചിലപ്പോൾ ബ്ലഡിലെ ലിപ്പിഡ്സ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ നോർമൽ ആയിരിക്കും, പക്ഷേ ചില ആൾക്കാർക്ക് കൂടുതലായിരിക്കും. അപ്പോൾ സാന്തലിസ്മയായിട്ട് പേഷ്യൻസ് വരപ്പോൾ നമ്മൾ ബ്ലഡ് എക്സാമിൻ ചെയ്യാറുണ്ട്. പക്ഷേ എന്നിട്ട് അതിന് വല്ല അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ അത് ചികിത്സിക്കണം. അതിൽ അബ്നോർമാലിറ്റി ഇല്ലെങ്കിൽ അത് ചികിത്സിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ സാന്തലിസ്മ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? സാന്തലിസ്മ ട്രീറ്റ് ചെയ്യാൻ രണ്ട് അപ്രോച്ചസ് ഉണ്ട്. ഒന്ന് സർജറി അല്ലാതെ നോൺ ഓപ്പറേറ്റീവ് അപ്രോച്ച് ഉണ്ട്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യണം, സർജറി ചെയ്യണം. നോൺ ഓപ്പറേറ്റീവ് അപ്രോച്ചിൽ ഉദാഹരണത്തിന് നമുക്ക് കെമിക്കൽ പീൽസ് യൂസ് ചെയ്യാൻ പറ്റും, ലേസർ യൂസ് ചെയ്യാൻ പറ്റും, റേഡിയോ ഫ്രീക്വൻസി യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത്തരത്തിലുള്ള അപ്രോച്ചസിന് ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ റിക്കറൻസ് വീണ്ടും വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിൻ്റെ കൂടെയുള്ള സ്കാറിങ് അല്ലെങ്കിൽ മുറിവ് ഉണങ്ങുന്നതിൻ്റെ കാരണം ഉണ്ടാകുന്ന പ്രോബ്ലംസും കുറച്ച് അധികമാണ്. സർജറിയുടെ ഉള്ള വേറൊരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ് സർജറി. സർജറിയുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൽ കോസ്മെറ്റിക് ഔട്ട്കംസ്, ഇത് കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന അപ്പിയറൻസ് വളരെ നല്ലതായിരിക്കും. പക്ഷേ സർജറി ചെയ്ത് കഴിഞ്ഞാലും റിക്കറൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ സർജറി എങ്ങനെയാണ് ചെയ്യുന്നത്, ഓപ്പറേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള കണ്ടീഷൻസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലോക്കൽ അനസ്തീസിയ അവിടെ മാത്രം മരവിപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. ഓപ്പറേഷൻ ഒരു ഡേ കെയർ പ്രൊസീജിയറായിട്ടാണ് ചെയ്യുന്നത്. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആശുപത്രിയിൽ കിടക്കേണ്ട ആവശ്യമില്ല, അന്ന് തന്നെ വീട്ടിൽ പോകാം. അപ്പോൾ ഈ മുറിവ് ഉണ്ടാക്കിയിട്ട് ഇത് ഇവിടെ നിന്ന് നീക്കം ചെയ്തിട്ട് ഈ മുറിവിനെ നമ്മൾ ചെറിയ തയ്യൽ ഉപയോഗിച്ചിട്ട് നമ്മൾ അടിപ്പിക്കുകയാണ്. ആദ്യത്തെ ദിവസങ്ങളിൽ കുറച്ച് തണുപ്പൊക്കെ വെച്ചാൽ നീര് കുറയും. എന്നിട്ട് നമ്മൾ OPD-യിൽ ഔട്ട് പേഷ്യൻ്റായിട്ട് നമ്മൾ തിരിച്ച് വന്നിട്ട് ഈ തയ്യലുകൾ നമുക്ക് നീക്കം ചെയ്യാം. മുന്നിൽ പറഞ്ഞതുമാതിരി കോസ്മെറ്റിക് ഔട്ട്കംസ് സർജറിയിൽ വളരെ നല്ലതാണ്. പക്ഷേ ചില ആൾക്കാർക്ക് സാന്തലിസ്മ വളരെ എക്സ്റ്റെൻസീവ് ആയിരിക്കും. അവർക്ക് ചിലപ്പോൾ നമ്മൾ സാന്തലിസ്മ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നേരിട്ട് അടുപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനത്തെ കണ്ടീഷൻസിൽ ചിലപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റ് അല്ലെങ്കിൽ ഫ്ലാപ്പ് എന്നുള്ള ടെക്നീക്സ് ചിലപ്പം യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ സാന്തലിസ്മ മുന്നിൽ പറഞ്ഞതുമാതിരി ഇതിൻ്റെ ഇൻഡിക്കേഷൻ എന്താണ്, ഇതെന്തുകൊണ്ടാണ് നമ്മൾ ചികിത്സിക്കുന്നത്? ഇത് കാരണം ഉണ്ടാകുന്ന അഭംഗിയെ മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഈ കണ്ടീഷനെ ട്രീറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഇത് കാരണം ഫങ്ഷണൽ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാറില്ല.